ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. മഴ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് രാവിലെ വരെ ഉച്ചവരെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷേ മഴക്കാർ നല്ലവണ്ണം ഉണ്ട്. കടലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ആകാശത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ മഴക്കാരുണ്ട് കണ്ടോ. അതുപോലെ കടൽ കയറി വരും തന്നെയാണ്. ഓരോ ദിവസവും കയറി വരുന്നുണ്ട്. മണലിനെയൊക്കെ എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇടിവെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നാൾ ഇടിവെട്ട് ഉണ്ടായിരുന്നില്ല. ഇതിപ്പം മിഥുനമാസമൊക്കെ ആയപ്പോൾ ഇടിവെട്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലിൻ്റെ അവിടെ തന്നെയാണുള്ളത്. കടലിപ്പോൾ നന്നായിട്ട് കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കടലേറ്റം എന്ന് പറയാൻ കടലങ്ങ് കയറിപ്പോകുന്നൊന്നുമില്ല കണ്ടോ. അങ്ങോട്ടങ്ങനെ കയറുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ കാണുന്നതൊക്കെ കുളവാഴകളും അതുപോലെ ശുദ്ധജലത്തിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ്. പായലുകളും കുറേ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ടുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇടിയഞ്ചിറ ബണ്ട്, ഏനമാവ് ബണ്ട്, അതുപോലെ ബണ്ടുകൾ, ചെറിയ ചെറിയ ഡാമുകൾ, ഇതൊക്കെ മഴക്കാലമാകുമ്പോൾ തുറക്കുമല്ലോ. അതുപോലെ കെട്ടുകൾ, മീൻ വളർത്തുന്ന കെട്ടുകൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തുറക്കും, തോടുകളൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ തള്ളി വരുന്നതാണ് ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ. അങ്ങനെ കുറേ സാധനങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. തെങ്ങുകൾ, അടയാളങ്ങളായിട്ടുണ്ടായിരുന്ന തെങ്ങുകൾ ഒരു പരിധി വരെയൊക്കെ കുറേ പോയി തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ കടലിൻ്റെ അടുത്തായി ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ വീടടക്കം. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും നല്ലതുപോലെ കടൽ അടുത്തായതായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമുക്കുള്ളിലൊരു പേടി വരുമല്ലോ. അങ്ങനെ വന്നു തുടങ്ങി. കാരണം ഇനി അധിക കാലം ഇല്ല എന്ന് ഉറപ്പായി. നേരത്തെ ഒരു പ്രതീക്ഷയൊക്കെ വന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ കാര്യമായിട്ട് കടലേറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയൊക്കെ വന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ അധിക വർഷം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും, അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തും കടൽ. ഇവിടെയൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ളതുണ്ടോ, നിറച്ച് സാധനങ്ങൾ, വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ വന്ന് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നല്ല വെള്ളം വരുമ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ടാവാറുണ്ട്. മീനുകൾ വരും. അതായത് ശുദ്ധജലത്തിലുണ്ടാകുന്ന മീനുകളില്ലേ, വാള, ആസാം വാള, ആറ്റുവാള, വരാല്, നട്ടർ, മറ്റേ എന്താ പറയുക, കട്ട്ള, റോഹു, ഇങ്ങനെയുള്ള മീനുകളൊക്കെ കടലിൽ വരാറുണ്ട്. ചത്തും ചാവാതെയൊക്കെ വരും. പക്ഷേ കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ മീനുകൾ വന്ന് ഞങ്ങൾക്കൊക്കെ കുറേ കിട്ടിയതാട്ടാ. വരാൽ വന്നിട്ട് കിട്ടിയ വീഡിയോ, ജീവനോടെ വരാലിനെ കിട്ടിയിട്ട് ആ വീഡിയോ ഇട്ടതിന് എനിക്ക് കുറേ തെറി കേട്ടു. കുറേ പേര് വിശ്വസിച്ചില്ല. അവരെ വിശ്വസിക്കില്ല. കാരണം അവർ കാണാത്തതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള ചിന്തയാണ് അവർക്ക്. വരാലൊരിക്കലും കടലിൽ വരില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ പിന്നെ അത് വിട്ടു. ആദ്യമൊക്കെ കുറച്ച് മറുപടി പറഞ്ഞു, പിന്നെ അത് വിട്ടു. അല്ല, ഈ വർഷവും വന്ന് തുടങ്ങാറായിട്ടുണ്ട്. ഇങ്ങനെ ഈ സമയത്താണ് വരിക. ഇതുപോലെ ഡാമുകളൊക്കെ തുറന്നിട്ട് ഇതുപോലെ പായലും ഒക്കെ കയറി വരുന്ന സമയത്താണ് ഇതുപോലെ മീനുകളൊക്കെ കയറി വരിക. ചത്തിട്ട് കുറേ വരാറുണ്ട്, ചത്തടിയാറുണ്ട്, പിന്നെ ജീവനോടെയും വരാറുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ടല്ലോ, കാക്ക കൊത്തുണ്ട്. എന്ത് മീനാണെന്ന് നോക്കട്ടെ. കടൽ മീനാണോ അതോ ഇനി ശുദ്ധജലത്തിലെ മീനാണോ എന്നറിയില്ല. സംഭവം എന്തോ വലിയ മീനാണല്ലോ. കണ്ട, ഇത് വാളയാണ് കേട്ടോ. ഇത് വാളയാണ്, ശുദ്ധജലത്തിലെ വാളയാണിത്. കണ്ട, വാളയല്ലേ ഇത്? അതെ, വാള തന്നെയാണ്. ചത്തടിഞ്ഞ് വന്നിട്ടുള്ളത് കണ്ട. ഇത് അവിടെ നിന്ന് വന്ന് പെട്ടിട്ട് ചാവണതാണ്. അതായത് ശുദ്ധജലത്തിൽ നിന്ന് വന്ന് പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഉപ്പുവെള്ളത്തിൽ വന്ന് പെടുമ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് ചത്തു പോണതാണ് ഈ തിരമാലയും. അതുപോലെ ഇന്ന് ഇപ്പോൾ കടൽ വെള്ളത്തിന് ഭയങ്കര ഒരു മണമുണ്ട്, ഭയങ്കര പൊട്ട മണം. ശരിക്കും ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ശീലിച്ചതുകൊണ്ടാണ്, കുറച്ച് വർഷങ്ങളായിട്ട് ശീലിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കടപ്പുറത്തേക്ക് വരുന്നവർക്ക് ഇത് പറ്റില്ല. ആ മണം അത്രയും ഭയങ്കര മോശം, വൃത്തികെട്ട സ്മെല്ലൊക്കെ വരുന്നത് കടലിൽ നിന്ന്. എല്ലാം ഇളക്കി മറിച്ചിട്ട്, ചെളിയും എല്ലാം ഇളക്കി മറിച്ചിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, കടൽ ഇതാ ഇവിടം വരെ എത്തിയിട്ടാ കയറിയിട്ട്. ആ വീട് കണ്ടോ, നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ആ വീടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടം വരെ കയറി നോക്കിയേ കണ്ടോ, ഇത്രയും ഇതിൽ കയറിപ്പോയി. അതുപോലെ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീടിൻ്റെ മുന്നിൽ ഇവർ കുറേ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് വലിയ ഉയരത്തിൽ, നല്ല ഉയരത്തിൽ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. JCB ഒക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അതെല്ലാം തകർത്തിട്ട് അങ്ങോട്ട് കയറി. കണ്ട ഓക്കെ, ഈ വീട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. നമ്മളിതിൽ നടക്കുമ്പോൾ ഈ വീട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വലിയൊരു മണൽക്കൂനയായിരുന്നു. അപ്പോൾ ആ മണൽക്കൂനയൊക്കെ തകർത്തിട്ട് ഇപ്പോൾ ഇതാ അങ്ങോട്ട് കയറിയിട്ടാ. ആ വീട് ഇപ്പോൾ ശരിക്കും കാണാം. ആ വീട് കടലിൻ്റെ ഇത്രയും അടുത്തായി. കണ്ടോ, ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ
ഇത്രയും കുറഞ്ഞു, അത്രയും കയറി പോയിട്ടാണ് ഉള്ളിലേക്ക് നല്ലോണം ഈ മണൽത്തിട്ടാനൊക്കെ തകർത്തങ്ങോട്ട് കയറി. പിന്നെ അങ്ങോട്ട് നോക്കിയാലും നല്ലതുപോലെ തന്നെ കയറി വന്നുകൊണ്ടിരിക്കുക. പിന്നെ ചിലരൊക്കെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ എന്തിനാണ് ഈ കാണിച്ച വീടിനെ തന്നെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരിക്കൽ കാണിച്ച വീടിനെ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ ചോദിച്ചു കണ്ടു. അപ്പോൾ അതിനൊരു ഉത്തരം ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാണിച്ച വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വെറും കാഴ്ചകളായിരിക്കാം. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ പലരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ വീടുകളായിരുന്നു. അതൊരു കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ തകർന്ന് ആളുകൾ ഒഴിഞ്ഞു പോയ വീടുകളാണെങ്കിലും ഞങ്ങളതൊരു അടയാളമായിട്ടാണ് നോക്കുന്നത്. കടൽ എത്രത്തോളം കയറി, കടൽ എവിടം വരെ എത്തി എന്നുള്ളതിനൊക്കെ കണക്കാക്കാനായിട്ട് ഞങ്ങളൊരു അടയാളമായിട്ട് വെച്ചിരിക്കുക. കാരണം ആ വീട് ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം ഇന്നാളുടെ വീട്, അപ്പോൾ കടൽ ഇത് അവിടെ വരെ എത്തി, ഇന്നാളുടെ വീട് വരെ എത്തി, അതിൻ്റെ ഇവിടെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റും. കാരണം വേറെ അടയാളങ്ങൾ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തെങ്ങ് നമുക്ക് അടയാളം വരുന്നത്, ഈ ഒരു തെങ്ങ് ഇപ്പോൾ ഈ കടൽ ഇവിടം വരെ എത്തി, ഈ ഒരു തെങ്ങ് വരെ എത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടയാളം വെക്കാൻ പറ്റില്ല. കാരണം ഈ തെങ്ങ് ചിലപ്പോൾ നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് ആ തെങ്ങ് പോവും, പിന്നെ നമുക്ക് അടയാളമില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്കിപ്പോൾ അടയാളം വെക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള വീടുകളാണ്. അപ്പോൾ ആ വീടിൻ്റെ അവിടം വരെ എത്തി, ആ വീട് പോയി, അപ്പോൾ എവിടം വരെ കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഇവിടെ കടൽ എത്ര മീറ്റർ കയറിയിട്ടുണ്ട് എന്നുള്ളത് അധികൃതർക്ക് പോലും അറിയില്ല. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നമ്മുടെ അധികൃതരോടൊന്ന് ചോദിച്ചു നോക്കൂ, ഗവൺമെൻറ്റിനോട് ചോദിച്ചു നോക്കൂ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചോദിച്ചു നോക്കൂ. അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവില്ല എത്ര മീറ്റർ കടൽ കയറി എന്നുള്ളതിന്. നമുക്ക് പോലും മീറ്റർ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എത്ര മീറ്റർ കയറി എന്നുള്ളത്. പല സ്ഥലത്തും കയറിയിട്ടുള്ളത് പല രീതിയിലാണ്. ചില സ്ഥലത്ത് കൂടുതൽ കയറിയിട്ടുണ്ട്, ചില സ്ഥലത്ത് കുറവ് കയറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ കണക്കാക്കുന്നത് ഇതുപോലെ ഓരോ വീടുകൾ പോയതിൻ്റെയൊക്കെ കണക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ദൂരമില്ല, എൻ്റെ വീട്ടിലേക്ക് അടക്കം വരാനൊന്നും അധികം ദൂരമില്ല, അവിടേക്കും എത്തും. അപ്പോൾ ഏകദേശം നമുക്കൊരു കണക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാറ്റങ്ങൾ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഡോക്യുമെൻറ്റേഷനും കൂടിയാണെന്നുള്ളത്. കാരണം ഈ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പബ്ലിഷ് ചെയ്യൽ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ആ വീഡിയോസ് ഡോക്യുമെൻ്റായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഹാർഡ് ഡിസ്കിലും ക്ലൗഡിലൊക്കെ ആയിട്ട് അത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള ജനറേഷനുകൾക്ക്, അല്ലെങ്കിൽ ഇനി വരുന്ന ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും എനിക്ക് ശേഷം വരുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും പഠനാവശ്യങ്ങൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു തെളിവായിട്ട് അതവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീടുകളുടെ വീഡിയോ ഒരിക്കൽ കാണിച്ചത് വീണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഇന്ന് ഇങ്ങനെ കാണിച്ചു, നാളെ ഞാൻ വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഈ വീട് കാണിച്ചു എന്ന് വരും. അപ്പോൾ നാളെ വരുന്ന മാറ്റങ്ങൾ അതിലുണ്ടാവും. അത് ഓരോ ദിവസത്തിൻ്റെയും ഡേറ്റ് വയസ്സിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, മഴ ഒതുങ്ങും എന്നാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ നാളെ മുതൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ യെല്ലോ മാറി ഗ്രീൻ അലേർട്ട് ആവുകയാണെന്ന് തോന്നുന്നു. കളക്ടറുടെ പേജിലൊക്കെ അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കടലും ഒന്ന് ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ശരി, എന്തായാലും പോട്ടെ. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ.